സൗദി അറേബ്യ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. സൗദി അറേബ്യയുടെ ഊർജ്ജ മന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാനാണ് ഇത് പ്രഖ്യാപിച്ചത്. മുഹമ്മദ് ബിൻ സൽമാന്റെ പുതിയ സൗദി എന്ന നയത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനം പശ്ചിമേഷ്യയിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഒരു എണ്ണ ഉൽപ്പാദക രാജ്യമാണ് സൗദി അറേബ്യ. ഇനി എണ്ണ ഉൽപ്പാദനവുമായി അധികനാൾ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ സൗദി അറേബ്യ ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. സമ്പുഷ്ട യുറേനിയം വിൽക്കുന്നത് ഇതിലൂടെ കൂടുതൽ വരുമാനം നേടാമെന്ന് സൗദി അറേബ്യ കരുതുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നു. ആ സമ്പുഷ്ട ആണവ യുറേനിയം മറ്റ് ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് വിറ്റ് കൂടുതൽ പണം നേടാമെന്നാണ് സൗദി അറേബ്യ കരുതുന്നത്. ഏതായാലും ഇതിൻ്റെ ഈ സംസ്കരണവും വ്യാപനവും ഇല്ല വിതരണവും ഒക്കെയായി ബന്ധപ്പെട്ട വലിയ അപകട സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും നിലവിൽ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് UAE-യും ഇറാനും അടക്കം ഉള്ളിടത്ത് ആണവ നിലയങ്ങളുണ്ട്. UAE വീണ്ടും ഒരു ആണവ നിലയം കൂടി നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈജിപ്തും ഖത്തറും ആണവ നിലയങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ഇസ്രയേലിന് രഹസ്യമായ ആ പദ്ധതി ഉണ്ട് എന്നും പറയുന്നു. ഏതായാലും അമേരിക്കയുമായി ചർച്ച ചെയ്തിട്ടാണ് സൗദിയുടെ ഈ പുതിയ നീക്കം. സൗദി മുൻപ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ തങ്ങളും അത് നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ മേഖലയിലെ ഒരു വലിയ പവറായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒന്ന്, ഈ യുറേനിയം സമ്പുഷ്ട യുറേനിയം വിൽപ്പനയിലൂടെ നേടുന്ന ആ വരുമാനം. അതുകൂടാതെ ഒരു ആണവ രാജ്യമായി ഏത് നിമിഷവും സൗദി അറേബ്യ മാറിയേക്കാം. ഇറാനെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമായ ഒരു വാർത്തയല്ല ഇത്. മുൻപ് ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ തങ്ങളും നിർമ്മിക്കുമെന്ന് പരസ്യമായി പറഞ്ഞ ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. ഏതായാലും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ എല്ലാം സ്വയം പ്രതിരോധത്തിനു കൂടി വേണ്ടി ആണവ നിലയങ്ങൾ സ്ഥാപിക്കുകയാണ്. ഏതായാലും ഇതിന് ഒരു അനുമതി പത്രം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. UAE-ക്ക് അടക്കം അത് ലഭിച്ചിട്ടുണ്ട്. UAE യുറേനിയം വിൽപ്പന നടത്തുന്നില്ല. പക്ഷേ സൗദി അറേബ്യ അത്തരത്തിൽ കൂടെ നീങ്ങാനാണ് ഒരു തീരുമാനം. ഏതായാലും വലിയ ഒരു നീക്കം, വലിയൊരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.